അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിമാന ദുരന്തം നടന്ന 11 ദിവസങ്ങൾക്ക് ശേഷമാണ് DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിയുന്നത്. മൃതദേഹം നാളെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ എത്തിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത് DNA പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം വിട്ടു നൽകുന്നതിനുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 7 മണിയോടുകൂടി എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് പത്തനംതിട്ട തിരുവല്ലയിലെ പുല്ലാടുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണ് ആ മൃതദേഹം, രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ സിവിൽ ആശുപത്രിയിലുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ലഭിച്ചത്. നേരത്തെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയിരുന്നെങ്കിലും അതിന്റെ പരിശോധനാ ഫലം കൃത്യമായി ലഭിക്കാത്തതോടെ രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തിയത്. അതിന്റെ ഫലമാണ് ഇന്ന് ഉച്ചയോടുകൂടി വന്നത്. തുടർന്ന് സിവിൽ ആശുപത്രിയിൽ മൃതദേഹം വിട്ടു നൽകുന്നതിന് എല്ലാ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കും. പിന്നീടായിരിക്കും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുക. ജൂൺ 12 നടന്ന വിമാനാപകടത്തിൽ മരിച്ച 251 പേരെ ഇതിനോടകം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 245 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 280ഓളം മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ആശുപത്രി അധികൃതരുള്ളത്. കാരണം ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അത് വലിയ രീതിയിൽ കത്തിക്കരിയുകയും കൂടാതെ ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിലുമാണ്. അതുകൊണ്ട് DNA പരിശോധന പൂർത്തിയാക്കി അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് വിമാനാപകടത്തിൽ വളരെ കൃത്യമായ ഒരു മരണസംഖ്യയുടെ സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും 251 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 245 മൃതദേഹങ്ങൾ വിട്ടു നൽകി. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ 242 പേരായിരുന്നു ആ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നത്. രോഹിണി. ശരി ജിഷ്ണു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിമാന ദുരന്തം നടന്ന 11 ദിവസങ്ങൾക്ക് ശേഷമാണ് DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിയുന്നത്. മൃതദേഹം നാളെ സ്വന്തം നാടായ പത്തനംതിട്ടയിലെത്തിക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.